രാഹുൽ ഗാന്ധി 2 വർഷം മുൻപ് ഉപേക്ഷിച്ചു പോയ NB ബംഗ്ലാവ് ഹരിയാനയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തയുമായ കുമാരി ഷെൽജയ്ക്ക് അനുവദിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഏതാണ്ട് 20 വർഷത്തോളം താമസിച്ച തുഗ്ലക് റോഡിലെ 12-ാം നമ്പർ വസതി 2023 ഏപ്രിൽ 22-ന് ഒഴിഞ്ഞിരുന്നു. സൂററ്റ് കോടതി വിധിയെ തുടർന്ന് ലോക്സഭാ അംഗത്വം റദ്ദ് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് MP എന്ന നിലയിൽ അനുവദിച്ച വീട് രാഹുൽ ഒഴിഞ്ഞത്. പിന്നീട് അമ്മ സോണിയാഗാന്ധിക്കൊപ്പമാണ് രാഹുൽ താമസിച്ചത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സുനാരി ബാഗിൽ അനുവദിച്ച ബംഗ്ലാവിലേക്ക് ഇനിയും രാഹുൽ ഗാന്ധി മാറിയിട്ടില്ല. അതേസമയം 2019-ൽ കർണാടകയിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിലാണ് രാഹുൽ ഗാന്ധിയെ ഗുജറാത്തിലെ സൂറത്ത് കോടതി 2023 മാർച്ച് 23-ന് 2 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. ഇതിന് പിന്നാലെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് രാഹുലിനെ അയോഗ്യനാക്കുകയും ഔദ്യോഗിക വസതി ഒഴിയാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് സുപ്രീം കോടതി സൂററ്റ് കോടതിയുടെ വിധി റദ്ദു ചെയ്തെങ്കിലും രാഹുൽ തുഗ്ലക് റോഡിലെ വസതിയിലേക്ക് മടങ്ങിപ്പോയില്ല. 2024-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ക്യാബിനറ്റ് മന്ത്രിമാർക്ക് അനുവദിക്കുന്ന ടൈപ്പ് 8 തരത്തിലുള്ള വലിയ വീട് പാർലമെന്റിന് തൊട്ടടുത്തുള്ള സുനാരി ബാഗിൽ അനുവദിച്ചെങ്കിലും രാഹുൽ അങ്ങോട്ട് മാറിയിട്ടില്ല. സുനാരി ബാഗിലെ 5-ാം നമ്പർ വസതിയാണ് അനുവദിച്ചിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയായാലുടൻ പുതിയ വസതിയിലേക്ക് രാഹുൽ മാറുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുഗ്ലക് റോഡിലെ 12-ാം നമ്പർ വസതി ഇപ്പോൾ ലോക്സഭാ അംഗവും പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രിയുമായ ചരൺജിത് സിംഗ് ചന്നിക്കാണ് നേരത്തെ അനുവദിച്ചിരുന്നത്. എന്നാൽ ഇത് മാറ്റി ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തയായ കുമാരി ഷെൽജയ്ക്ക് നൽകുകയായിരുന്നു. PV നരസിംഹറാവു, മൻമോഹൻ സിംഗ് മന്ത്രിസഭകളിൽ അംഗമായിരുന്നു ഷെൽജ. അതേസമയം രാഹുൽ ഗാന്ധി പാകിസ്ഥാനിൽ വലിയ ജനകീയനാണെന്നും അവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ആചാര്യ പ്രമോദ് കൃഷ്ണ പരിഹസിച്ചിരുന്നു. പാകിസ്ഥാനിൽ രാഹുലിന്റെ ചില വീഡിയോകൾ വൈറലായ സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം. രാഹുൽ ഗാന്ധി പാകിസ്ഥാനിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഇന്ത്യയിലെ ഭരണ നേതാക്കളുടെ പ്രസ്താവനയെ രാഹുൽ ഗാന്ധി മുഖവിലക്കെടുക്കുന്നില്ല. ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെയും രാഹുലിന് വിശ്വാസമില്ല. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് കൃത്യമായി തിരിച്ചടി നൽകിയതിനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ അതിന് തെളിവ് വേണമെന്നാണ് രാഹുൽ ആവശ്യപ്പെട്ടത്. എന്നാൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ രാഹുൽ അത് ചാടിക്കയറി വിശ്വസിക്കും. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഇത്ര കണ്ട് സ്നേഹിക്കുന്നത്. അദ്ദേഹത്തിനും അവരെ ഇഷ്ടമാണ് എന്നായിരുന്നു ആചാര്യ പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തതാണ് ആചാര്യ ഉദ്ദേശിച്ചത്. ദൗത്യത്തെക്കുറിച്ച് സംശയമുന്നയിച്ച രാഹുലും മറ്റു കോൺഗ്രസ് നേതാക്കളും ഓപ്പറേഷനിടെ എത്ര ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തകർന്നുവെന്നതിൽ കൃത്യമായ മറുപടി നൽകണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ ആർമിയെയും പാർലമെന്റിനെയും ഭരണഘടനയും വരെ ചോദ്യം ചെയ്യുന്നത് രാഹുലിന്റെ പതിവ് രീതിയായി മാറിയെന്നും ആചാര്യ ആരോപിക്കുന്നുണ്ട്. കുട്ടികളാണ് ഇത്തരത്തിൽ പെരുമാറുന്നതെങ്കിൽ കുറച്ചു വലുതാവുമ്പോൾ ശരിയാകുമെന്ന് കരുതാം. എന്നാൽ അത്രയും വലിയ കുടുംബത്തിൽ നിന്ന് വളർന്ന രാഹുലിന് ഇനിയൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. രാജ്യത്തിനെതിരെ സംസാരിക്കരുതെന്നാണ് എന്നിട്ടും തനിക്ക് പറയാനുള്ളതെന്നും ആചാര്യ കൃഷ്ണൻ പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ദിരാഗാന്ധിയെയും നരേന്ദ്രമോദിയും ചോദ്യം ചെയ്ത കോൺഗ്രസ് നേതാക്കളെയും ആചാര്യ പ്രമോദ് വിമർശിച്ചിരുന്നു. ഇന്ദിരാഗാന്ധി വളരെ ജനകീയതയുള്ള ഒരു നേതാവായിരുന്നു. അവർ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചു. എന്നാൽ ഇന്ത്യക്ക് നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രിയെ ഇതുവരെ ലഭിച്ചിട്ടില്ല. അദ്ദേഹം ഒരാൾ മാത്രമാണ്. ലോകം ഇന്ത്യയെ ഇന്ന് ഭയഭക്തിയോടെ നോക്കിക്കാണുന്നുവെന്നും ആചാര്യ പറയുന്നു. രാഹുൽ തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ ജനാധിപത്യം നിർജീവമായതായി അദ്ദേഹം പ്രഖ്യാപിക്കും. എന്നാൽ വിജയിക്കുമ്പോൾ ജനാധിപത്യം ഉയർത്തെഴുന്നേറ്റതായും പറയും. സുപ്രീം കോടതി വിധി അനുകൂലമാകുമ്പോൾ അത് വളരെ നല്ലതാകും. തീർച്ചയായും രാഹുൽ ഒരു അസാധാരണ വ്യക്തിയാണെന്നും ആചാര്യ പറഞ്ഞിരുന്നു.